ആ റിസാൽ എന്റെ കയ്യിലെന്താ ഒരു കെട്ട്? സുശീലേട്ടാ, ഇത് സീനിയേഴ്സ് റാഗ് ചെയ്തതാ. കയ്യാകെ പൊള്ളിച്ചാല് എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. തീർച്ചയായും ചെയ്യണം. എന്റെ കൈ പൊള്ളിച്ചെന്റെ പൊരക്ക് തീയണം. അല്ല അത് പിന്നെ അതൊന്നും വേണ്ട, നല്ല തിരിച്ചടി കൊടുക്കണം. അതേ നാണയത്തിലൊരു മറുപടി. ദേഹം പൊള്ളിത്തണർക്കുന്നവന്റെ വേദന അവരറിയണം. തൊലി കറുത്ത് ചർമ്മത്തിൽ കറുത്ത പാടുകൾ വീണ് ഗ്ലാമർ പോകുന്ന കൗമാരക്കാരന്റെ വേദന അവരറിയണം. എന്നാൽ അവരെ പൊള്ളിക്കണം. അതെ, അത് തന്നെയാണ് എന്റെ പ്രതികാരവും. പകരത്തിന് പകരം, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ചോരയ്ക്ക് ചോര, പൊള്ളിക്കല്ല് പൊള്ളിക്കല്. വെറുതെ അങ്ങ് പൊള്ളിച്ചാ പോരാ, തീയും ചൂടും കൊണ്ട് പൊള്ളിയ കൂടി വന്ന 3-4 മാസം കൊണ്ട് ചർമ്മത്തിന്റെ നിറം മാറി പഴയ പോലെ ആവും. അവർക്ക് നഷ്ടപ്പെട്ട തൊലി നിറം തിരികെ കിട്ടും. അതുണ്ടാവരുത്. മനസ്സിലും ശരീരത്തിലും ഒരുപോലെ ഉണങ്ങാത്ത മുറിവായി അതുണ്ടാവും. അല്ല അതെങ്ങനെയാ സുശീലേട്ടാ ചൂടുവെള്ളം കൊണ്ടല്ലാണ്ട് പൊള്ളിക്കുക? ആസിഡാണ് അതിനുള്ള ഏക മാർഗം. അതുകൊണ്ട് അവരുടെ മുഖത്ത് വയ്ക്കണം. അതോടെ ആജീവനാന്തം അവർ നരകയാതന അനുഭവിക്കും. ഒരു പെൺകുട്ടി അവരെ തിരിഞ്ഞു നോക്കില്ല. ട്രാക്കുറയെ പേടിക്കുന്നവര്, കല്യാങ്കാട്ട് നീലിയെ പേടിക്കുന്നവര്, എല്ലാവരും അവരെ പേടിക്കണം. അവരുടെ വികൃതവും ഭീകരവുമായ രൂപം അവർ തന്നെ കണ്ണാടി കണ്ട് അവർ തന്നെ ഞെട്ടണം. അയ്യോ, കേട്ടിട്ട് എന്നെ പേടിയാണ്. കേട്ടിട്ട് പേടിയാന്ന് ഇഞ്ഞാ ഇത് ചെയ്യാൻ പോന്ന്? അല്ല, അതിന് ഞാനല്ല പ്രതികാരം ചെയ്യാൻ പോണേ. പിന്നെ ആരാ ചെയ്യാൻ പോന്ന്? എനിക്ക് വേണ്ടി സുശീലേട്ടനെ ചെയ്തേ മതിയാവും. ഞാനോ? ആ ആസിഡ് ഞാൻ കോളേജ് ലാബ് നാടനെ ഒപ്പിച്ചുതരാ. അത് നിങ്ങള് ഞാൻ ലേശം തരികടിയാന്ന് വെച്ച് ഇതൊന്നും ചെയ്യാനുള്ള മനക്കരുത്ത് എനക്കില്ല. നല്ല പൈസേര് കൊട്ടേഷൻ കൊണ്ടാപ്പണി നമുക്ക് പറ്റിയല്ല. തടി കേടാവും മോനെ. കയ്യും കാലും വെട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേലോ. സുശീലേട്ടൻ ബൈക്ക് പോയി എന്റെ സീനിയേഴ്സിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നു, എന്നിട്ട് ബൈക്ക് ഓടിച്ചു പോകുന്നു. ഇത്രയും ചെയ്താൽ മതി, 3000 ഉറുപ്പ്യ ഞാൻ തരൂ. എടാ, അവരെങ്ങാനും തിരിച്ചറിഞ്ഞ എന്റെ ഉടലാകെ പൊള്ളിച്ചു വിടും. കരിക്കട്ട പോലെ ആവും ഞാൻ. പിന്നെ എന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവൂല. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ പൃഥ്വിരാജാണല്ലോ കാണേ. എന്റെ സുശീലേട്ടങ്ങളെ ഹെൽമെറ്റ് വെച്ചിട്ട് പോയാൽ മതി, ആരും തിരിച്ചറിയൂല. എന്നാ പിന്നെ വണ്ടിന്റെ നമ്പർ മാറ്റി തരണം. ഒക്കെ ഞാൻ ശരിയായി തരാം. എന്റെ പഴയ മൊബൈൽ വിറ്റിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് തരാം. എന്നാ പിന്നെ അവന്മാരുടെ ആമാശം വരെ പൊള്ളിച്ചിട്ടാ ഞാൻ വരൂ. അതെ, ഞാൻ വാട്സപ്പിൽ സീനിയേഴ്സിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. നോക്കി കാള് മാറരുത്. സംഗതി വീരം കൂടി ആസിഡാ. വാട്സപ്പിലെ ഫോട്ടോസ് ഞാൻ കണ്ടിന്. ഞാനിപ്പം കോളേജിലേക്കുള്ള വഴിയിലാണ്. കുറെ ചെക്കന്മാർ കൂടിയിരിക്കുന്നുണ്ട്. ഒരു മനസാക്ഷി കുത്തും തോണ്ട സുശീലേട്ടാ. എന്റെ കൈ പിടിച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയ ടീമാ. 3 ആളുടെ മുഖം പോകണം, ഒരൊറ്റ പെൺകുട്ടികൾ വരെ മുഖത്ത് നോക്കരുത്. അതൊക്കെ ഞാൻ ഏറ്റി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഏറ്റെടുക്കുന്ന കൊട്ടേഷനാ ഇത്. വിജയിച്ചാൽ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. കൊച്ചിക്ക് വണ്ടി കയറി ആടെ അധോലോക രാജാവായി വാഴും. പിന്നെ ചോട്ടാ സുശീല എന്നായിരിക്കും എന്റെ പേര്. ഇനി നോക്കിക്കോ. പറയേണ്ട ഡയലോഗ് ഒന്നും മറക്കണ്ട, കേട്ടിക്കോ. മറന്നിട്ടില്ല. അപ്പൊ ശരി എന്നാ. ആയിക്കോട്ടെ. നീ ആ പെണ്ണെ കണ്ടോ? മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് സൈഡിലേക്ക് അവളല്ലേ? അപ്പൊ ഈ കണ്ടില്ലേ നിങ്ങളാണല്ലേ റിസ്വാനറാഗി തലവലാദികൾ? അവന് ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ചോ? നിങ്ങളിൽ ആരുടെ മേലും ആസിഡ് കൊടയില്ല. എന്താ എന്തോ നാടേ ഇത്? ആസിഡ് വീണിട്ടും പൊള്ളാത്ത ചെക്കന്മാരോ? ഇവരെന്നെ വെച്ചേക്കൊല്ലല്ലോ. മോത്ത് വെള്ളം ഒഴിക്കുന്നു. അത് വെറും വെള്ളായിരുന്നു. ഹെൽമെറ്റ് എടുത്തു. നിന്റെ ഫോട്ടോ എടുത്ത് പോലീസിൽ കൊടുത്തു. ഞങ്ങളിപ്പോ വെള്ളം കൊടുന്ന് പ്രതികാരം ചെയ്യാൻ ആരാ പറഞ്ഞ്? ആസിഡിന്റെ കുപ്പി മാറിപ്പോയതാ. അതിന് പകരം വെള്ളം നിറച്ച കുപ്പിയാ എടുത്തത്. എന്റെ ആദ്യത്തെ കൊട്ടേഷൻ പാളിപ്പോയല്ലോ എന്റെ ഭഗവാനെ. നിനക്കുള്ള ശിക്ഷ ഞങ്ങൾ തരും, പോലീസല്ല. അയ്യോ